FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ വിദേശ സംഭാവന നിയന്ത്രണ നിയമം എന്നത് ഭാരതത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന സാമ്പത്തിക സഹായം നിയന്ത്രിക്കുന്ന നിയമമാണ്. ഈ നിയമത്തിന്റെ ലക്ഷ്യം വിദേശ ധനസഹായത്തിന്റെ ഉപയോഗത്തിൽ സുതാര്യത ഉറപ്പാക്കുക, രാജ്യസുരക്ഷ, ദേശീയ താൽപര്യം, ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്നിവ സംരക്ഷിക്കുക, വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുക എന്നിവയാണ്. FCI രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് പരിശോധിക്കാം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന NGO-കൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, കൂടാതെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്നിവർക്ക് FCRയുടെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന്റെ FCRA രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മുൻകൂർ അനുമതി ആവശ്യമാണ്. വിദേശ സംഭാവന FCRAയ്ക്കായി നിശ്ചയിച്ച ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് സ്വീകരിക്കേണ്ടത്. ഫണ്ടിന്റെ ഉപയോഗവും വാർഷിക വിവരങ്ങളും സർക്കാരിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വിദേശ സംഭാവന സ്വീകരിക്കാൻ വിലക്കുണ്ട് എന്ന് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, നിയമസഭാ അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ നിയമസംഭാവന സ്വീകരിക്കാൻ വിലക്കുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധനസഹായം സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്ന ഭാരതത്തിലെ നിയമമാണ് FCRA. നിലവിൽ ഉണ്ടായിരുന്ന നിയമം FCRA ആക്ട് 2010 ആണ്. പിന്നീട് 2020 ഭേദഗതികൾ കൊണ്ടുവന്നു. അടുത്തിടെ കേന്ദ്ര സർക്കാർ FCRA 2026 വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാജി അടുത്തിടെ FCRA 2.0 പോർട്ടൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിലൂടെ രജിസ്ട്രേഷൻ, പുതുക്കൽ, അനുസരണ രേഖകൾ സമർപ്പിക്കൽ എന്നിവ കൂടുതൽ ഡിജിറ്റലായി ചെയ്യാനുമാവും. ഇതിലൂടെ വിദേശ സഹായം സ്വീകരിക്കുന്ന NGO-കൾക്കും ട്രസ്റ്റുകൾക്കും കൂടുതൽ കർശനമായ പാലന വ്യവസ്ഥകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വ്യവസ്ഥ പ്രകാരം പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വിദേശ ഫണ്ടിന്റെ ഉപയോഗം, പ്രവർത്തന മേഖല, റിപ്പോർട്ടിംഗ് എന്നിവയിൽ കൂടുതൽ കർശനമായ മേൽനോട്ടം ഉറപ്പുവരുത്തുന്നുണ്ട്. സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനായി അധിക അനുസരണ വ്യവസ്ഥകൾ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻഡ്മെന്റ് റൂൾ 2026 വിജ്ഞാപനം ഉറപ്പുവരുത്തുന്നു.